ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിറയെ പൂക്കൾ തരുന്ന അതിമനോഹരമായിട്ടുള്ള ക്രിസ്മസ് കാക്ടസിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ന്യൂയോർക്കിൽ താമസമാക്കിയിരിക്കുന്ന പ്രിയയുടെ അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ കാഴ്ചകളായിരുന്നു. ഒരുപാട് പേര് നല്ല രീതിയിൽ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത പല പൂച്ചെടികളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല ഇവർക്ക് പച്ചക്കറി തോട്ടവുമുണ്ട്. അപ്പം ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിലും വളരെ മനോഹരമായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ് ക്രിസ്മസ് കാക്ടസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഫോളിയേജ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു പ്ലാന്റ് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. പോട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാങ്ങിങ് ബാസ്ക്കറ്റിലാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ്. ക്രിസ്മസ് കാക്ടസ് മാത്രമല്ല, താങ്ക്സ് ഗിവിങ് കാക്ടസ് ഉണ്ട്, അതുപോലെ ഈസ്റ്റർ കാക്ടസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ നല്ല പോലെ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ്. ഇത് വർഷത്തിൽ 2 തവണ മാത്രമേ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രാവശ്യം പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 8 തൊട്ട് 10 ദിവസം വരെ ആ പൂക്കൾ വാടാതെ നിൽക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂക്കൾ വന്ന് കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് നല്ല രീതിയിൽ പിൻ ചെയ്തോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്തോ ആ ചെടിയെ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ വർഷത്തിൽ 1 തവണയും കൂടെ നല്ല പോലെ പൂക്കൾ തരുന്നതാണ്. ഇനി ഈ ചെടി എങ്ങനെ നടാമെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ വാട്ടർ പ്രൊപ്പഗേഷൻ ഉണ്ട്. വെള്ളത്തിൽ നമുക്ക് ഈ ഇലകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നോക്കാം. അല്ല, നമുക്ക് നേരിട്ട് മണ്ണിൽ വെച്ചിട്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നോക്കാം. ആദ്യം കാണിക്കുന്നത് വെള്ളത്തിൽ വെച്ച് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ചെടിയുടെ ഇലഭാഗം നമ്മൾ ഇതുപോലെ ഒടിച്ചെടുത്തതിന് ശേഷം ചീപ്പിൽ നമ്മൾ വെക്കുക. ചീപ്പിൽ വെച്ചതിന് ശേഷം ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഇത് ഏകദേശം 1 ആഴ്ച കൊണ്ട് വേരുകൾ ഇറങ്ങി തുടങ്ങും. ആ സമയത്ത് നമുക്ക് പോട്ടിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി, നമുക്കിതിലെ സ്റ്റെമുകൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് വെക്കാവുന്നതാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേരുകളൊക്കെ വന്ന് തുടങ്ങും. അപ്പം നമുക്ക് ഓരോ ചട്ടിയിലേക്ക് മാറ്റുവാണെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് വളർന്നു വരുന്നതാണ്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രൂൺ ചെയ്ത് നല്ലൊരു ഷേപ്പിലാക്കി വെക്കുക. എന്നാൽ മാത്രമേ അത് ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്ന മണ്ണ്, ഗാർഡൻ സോയിൽ, അതുപോലെ കൊക്കോപീറ്റ്, അതിൻ്റെ കൂടെ തന്നെ കൊക്കോപീറ്റും മണ്ണും മണലും കൂടെ ഒരേപോലെ സമം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം മണൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെർലൈറ്റ് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉണങ്ങിയ കരിയില പൊടിച്ചതും കൂടെ ചേർക്കാം. വേറെ പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും വേണ്ട. ഏകദേശം ഈ ഒരു പ്ലാന്റ് ഒരു 7-8 മാസം വളർന്നതിന് ശേഷം ആയിരിക്കും പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു സ്റ്റേജ് തുടങ്ങുന്നത്. ചെറിയ ബഡ്സ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ NPK നല്ലതാണ്. പൊട്ടാഷ്യം ധാരാളം അടങ്ങിയ ഫെർട്ടിലൈസറാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് NPK നല്ല ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് NPK 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന രീതിയിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പ്ലാന്റിൽ ഇലകൾക്കും അതുപോലെ തന്നെ സ്റ്റെമ്മിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഇത് 15 ദിവസം ഇടവിട്ട് ആ ഒരു രീതിയിൽ വേണം പൂക്കൾ ഉണ്ടാകുന്നവരെ ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഈ പ്ലാന്റ് വെക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഇലകൾ കരിഞ്ഞു പോകുന്ന കാണാൻ സാധിക്കും. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ വിൻഡോയുടെ സൈഡിലായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ ഷെയ്ഡ് ഏരിയയിൽ വെക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ നമുക്ക് വേണ്ടി അയച്ചു തന്നത് പ്രിയ ഷെല്ലിയാണ്. ഒരുപാട് നന്ദി. ഈ ഒരു പ്ലാന്റ് ഒക്ടോബർ നവംബർ മാസം ആകുമ്പോൾ നമ്മുടെ നഴ്സറികളിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഏകദേശം 100 രൂപയൊക്കെയാണ് വില വരുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയ സമയത്ത് കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ 2 സൈഡിലായിട്ട് നിറയെ ഫേൺസ് വളർന്ന് നിൽക്കുകയാണ്.
പലതരത്തിലുള്ള ഫേൺസ് ഉണ്ട്. ഇത് മഴക്കാലത്ത് മാത്രം കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണ്. ഈ കണ്ട കാഴ്ചകളെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.